സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വളർന്നുവരുന്ന യുവതലമുറയെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന സംഘർഷങ്ങൾ. പശ്ചിമേഷ്യയിൽ ഒന്നിനു പിറകെ ഒന്നായി യുദ്ധങ്ങൾ നടക്കുമ്പോൾ രാജ്യങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ അനവധിയാണ്. ഈ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നതാണ് സംഘർഷങ്ങൾ പരിധി വിടുന്നത്. ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇറാനെതിരെയാണ്. സംഘർഷം തുടങ്ങി 1.5 വർഷം പിന്നിടുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഇറാൻ ആരോപിക്കുന്നത് ഇസ്രയേൽ കടുത്ത നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ്. ഇസ്രയേലിന് മേൽ നിരവധി മുന്നറിയിപ്പുകൾ ഇറാൻ ഇതിനു മുൻപ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ പരിധി വിടുമ്പോൾ എങ്ങനെയാകും ഇറാൻ പ്രതികരിക്കുക? 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ബന്ദികളാക്കിയവരെ കുറിച്ചാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടരാൻ തങ്ങളും എല്ലാം പാലിച്ച് നിലകൊള്ളുമെന്നാണ് ഇറാൻ ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഫെബ്രുവരി 15 എന്നൊരു തീയതി നെതന്യാഹു തീരുമാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 15, അതായത് നാളേക്ക് മുൻപ് കൂടുതൽ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാനാണ് നെതന്യാഹുവിന്റെ നടപടി. ഇതോടെ ഗാസ മുനമ്പിൽ തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നുമുള്ള പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭീഷണിയും വന്നിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം എല്ലാ ശനിയാഴ്ചയും 3 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നെതന്യാഹുവിന്റെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരിക എന്നാണ് ഇറാന്റെ വാദം. നിലവിൽ ഇസ്രായേലിന്റെ ഭീഷണികൾ ഇറാന്റെ പക്കൽ വിലപ്പോകുമോ എന്നത് ഒരു ചോദ്യമാണ്. തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാകേണ്ടതുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ 42 ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാർക്ക് പകരമായി 33 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത്. എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവയ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇതിനാൽ തന്നെ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുമെന്നാണ് ഈ ആഴ്ച ഹമാസ് മുന്നറിയിപ്പ് നൽകിയത്. ട്രംപ് അധികാരത്തിലേറിയ ശേഷവും ശത്രുതാപരമായി തന്നെയാണ് അമേരിക്ക ഇറാൻ ബന്ധം. ബൈഡന്റെ ഭരണകാലത്തും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഇറാനെതിരെ 100 കണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പോരാടുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ തുടർച്ചയായ പിന്തുണ നൽകുന്നുണ്ട്. ഈ പിന്തുണയെ ഭീകരത വളർത്തുന്നതിനായി മുദ്രകുത്തുക എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനും അവകാശങ്ങൾക്കുമായി പോരാടുന്ന ഗ്രൂപ്പുകൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയെ ഭീകരതയായി മുദ്രകുത്തുന്നത് ശരിയല്ലെന്നാണ് ഇറാൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്.